ഗാസയിലെ രണ്ടാം ഘട്ട വെടിനിർത്തലിനുള്ള ഇസ്രയേലിന്റെ പുതിയ നിബന്ധന ചൂടേറിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഇസ്രയേൽ സൈന്യം മേഖലയിൽ നിന്ന് പിന്മാറുന്നതിന് മുമ്പ് ഗാസയെ പൂർണ്ണമായും സൈനികവൽക്കരിക്കണമെന്നും എല്ലാ ബന്ദികളെയും വിട്ടയക്കണമെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ പ്രഖ്യാപിച്ചു. ഇസ്രയേലിന്റെ പ്രസ്താവനയെ തീവ്രമായി കണക്കാക്കിയ ഹമാസിന്റെ ഈ നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഗാസയിലെ സൈനികവൽക്കരണം ഒരു തർക്കവിഷയമാണ്. ഇസ്രയേൽ ഹമാസിനെയും ഇസ്ലാമിക് ജിഹാദിനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാലും ഈ ആവശ്യം ഗാസയുടെ ഭാവി ഭരണത്തെക്കുറിച്ച് ആശങ്കയുയർത്തുന്നതാണ്. ഹമാസ് ഇല്ലാതെ ഗാസ പുനർനിർമ്മിക്കാനുള്ള ഈജിപ്തിന്റെ നിർദ്ദേശത്തെ മറ്റ് അറബ് രാജ്യങ്ങളും സംശയത്തോടെയാണ് കാണുന്നത്. ഗാസയുടെ ഭാവി പലസ്തീനികൾ തീരുമാനിക്കണമെന്നാണ് ഖത്തർ ഊന്നിപ്പറയുന്നത്. കെയ്റോയിൽ നടക്കുന്ന അറബ് ഉച്ചകോടി ഗാസയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലക്ഷ്യമിടുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങളുടെ നിലപാടിന്റെ അഭാവം പുനർനിർമ്മാണത്തെ തടസ്സപ്പെടുത്തിയേക്കാം. ഗാസ ഏറ്റെടുത്ത് ഒരു റിസോർട്ടാക്കി മാറ്റാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തെ ചെറുക്കാനും അറബ് ഉച്ചകോടി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഗാസയുടെ ഭരണത്തിൽ ഹമാസ് ഒരു പ്രധാന ഘടകമാണെന്ന വസ്തുത സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു. ഹമാസിനെ ഇസ്രായേൽ ഒരു തീവ്രവാദ സംഘടനയായി കാണുന്നതിനാൽ സംഘടനയുടെ സൈനികശേഷി ഒരു പ്രധാന തർക്കവിഷയമാണ്. എന്നിരുന്നാലും ഗാസയുടെ ഭരണത്തിൽ ഹമാസിന്റെ ഇടപെടൽ മേഖലയിലെ പൗരന്മാർക്ക് സ്ഥിരതയും തുടർച്ചയും പ്രദാനം ചെയ്തിട്ടുണ്ട്. പ്രതിസന്ധിക്ക് സാധ്യതയുള്ള ഒരു പരിഹാരം സൈനികവൽക്കരണത്തിലേക്കുള്ള ഘട്ടം ഘട്ടമായുള്ള സമീപനം ഗാസയ്ക്ക് കൂടുതൽ സ്വയംഭരണവും സാമ്പത്തിക പിന്തുണ ലഭിക്കുകയും ഹമാസിന്റെ സൈനികശേഷി ക്രമേണ കുറയ്ക്കുകയും ചെയ്യാൻ കഴിയും. ഇതിലുൾപ്പെട്ട എല്ലാ കക്ഷികളിൽ നിന്നും ശ്രദ്ധാപൂർവമുള്ള ചർച്ചകളും വിട്ടുവീഴ്ചകളും ആവശ്യമാണ്. ആത്യന്തികമായി ഗാസയുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. ഒരു ശാശ്വത പരിഹാരത്തിന് സാമ്പത്തിക പിന്തുണ, രാഷ്ട്രീയ ഇച്ഛാശക്തി എന്നിവ ആവശ്യവുമാണ്. കെയ്റോയിൽ നടക്കുന്ന അറബ് ഉച്ചകോടി പ്രധാന പങ്കാളികൾക്ക് ഒത്തുചേരാനും മുന്നോട്ടുള്ള പാത രൂപപ്പെടുത്താനുമുള്ള അവസരം നൽകുന്ന ഒന്നുകൂടിയാണ്. പക്ഷേ മുന്നോട്ടുള്ള പാത നിസ്സംശയമായും വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. ഹമാസിനെയും ഇസ്ലാമിക് ജിഹാദിന്റെ സൈനികശേഷികളെയും ഇല്ലാതാക്കണമെന്ന ഇസ്രയേലിന്റെ ആവശ്യം ഗാസയുടെ ഭാവി ഭരണത്തെ ആശങ്കയുയർത്തുന്നതാണ്. ഹമാസ് ഇല്ലാതെ ഗാസ പുനർനിർമ്മിക്കാനുള്ള ഈജിപ്തിന്റെ പദ്ധതിയെ മറ്റ് അറബ് രാജ്യങ്ങളും അംഗീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കെയ്റോയിൽ നടക്കുന്ന അറബ് ഉച്ചകോടി ഗാസയുടെ പുനർനിർമ്മാണം ചർച്ച ചെയ്യാൻ ലക്ഷ്യമിടുന്നതാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഏകീകൃത അറബ് നിലപാടിന്റെ അഭാവം പുനർനിർമ്മാണത്തെ തടസ്സപ്പെടുത്തിയേക്കാം. ഗാസയുടെ ഭരണത്തിൽ ഹമാസിന്റെ ഇടപെടൽ മേഖലയിലെ ആളുകൾക്ക് സ്ഥിരതയും തുടർച്ചയും നൽകിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ സൈനികശേഷി ഒരു പ്രധാന തർക്കവിഷയമായി തുടരുകയാണ്.